ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കിൾ ഫിഷിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം മീനുകുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ആവി പിടിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. മീനു റോഡിൽ കയറല്ലേ ചേട്ടാ, പതുക്കെ കയറിപ്പോ അവിടെ അങ്ങനെ നമുക്ക് യാത്ര തുടങ്ങാം. എന്താ വാവച്ചി താക്കോലി ലാബിൻ്റെ പേരാ? ലാബിൻ്റെ പേര് മെട്രോ ലാബിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മുൻഭാഗം. ഇവിടെ നിന്ന് വണ്ടി ഒതുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് റോഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങളിങ്ങനെ ലാബിൽ കയറി കേട്ടോ. അപ്പോൾ താഴെയാണ് എക്സ്റേ എടുക്കാനുള്ളതെന്ന് മുകളിൽ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു. കൊള്ളാമല്ലേ, നല്ല സജ്ജീകരണങ്ങളുള്ള താഴെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എക്സ്റേ എടുക്കേണ്ട റൂം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ചേട്ടൻ ചീട്ടൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. പിന്നെ എക്സ്റേ എടുക്കുന്ന സമയത്ത് മീനുകുട്ടിക്കുള്ള എല്ലാം അവളുടെ ശരീരത്തിലുള്ള കമ്മല് മാല എല്ലാം ഊരി മാറ്റണമല്ലോ. അതൊക്കെ ഊരി മാറ്റിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റേ റൂമിലോട്ട് കയറ്റണമല്ലോ. അങ്ങനെ നമ്മൾ ആ എക്സ്റേ റൂമിൻ്റെ മുമ്പ് എത്തി. എക്സ്റേ റൂമിൻ്റെ അകത്തോട്ട് മീനുകുട്ടീനെ കൊണ്ടുപോകാം. മീനുകുട്ടിക്ക് മൂക്കും നെഞ്ചിന്റെ ഭാഗത്തുമാണ് കേട്ടോ എക്സ്റേ എടുക്കേണ്ടത്. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി. റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് നമ്മളിതാ പോകുന്നുണ്ട് കേട്ടോ. അതെ, ഇനി മേലെ പോയി ക്യാഷ് അടയ്ക്കണം. ക്യാഷ് 2 എക്സ്റേ ഉള്ളത് കൊണ്ട് ഇവിടെ 300 രൂപ, അല്ല സോറി 600 രൂപ, ടോട്ടൽ 600 രൂപ. ഹോസ്പിറ്റലിൽ എക്സ്റേ ഇല്ല, മെഷീൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുത്തത്. ഹോസ്പിറ്റലിലെ മെഷീൻ കംപ്ലൈന്റ് എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അവിടെ നേരെ നമ്മുടെ നെടുമങ്ങാട് നമ്മുടെ ഹോസ്പിറ്റലിൽ റിസൾട്ട് എടുക്കാൻ പോകണമായിരുന്നു. അങ്ങനെ നമ്മുടെ റിസൾട്ട് എടുക്കാൻ പോകുന്ന വഴിയിലാണ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളിനെ കാണാനിടയായതല്ലേ. അത് നമ്മുടെ ഒരു പറയുന്നില്ല. നമ്മളതാ ഇതാണ് നമ്മുടെ ആ കൂട്ടുകാർ, നമ്മളെ കണ്ട കൂട്ടുകാർ. ഓക്കെ, നമ്മളങ്ങനെ നേരെ നെടുമങ്ങാട് ആശുപത്രിയിൽ റിസൾട്ട് 2 ദിവസത്തിന് മുമ്പ് നമുക്ക് ഒരു ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തിരുന്നു. അതിന്റെ റിസൾട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ മുമ്പത്തുള്ള വീഡിയോ നമ്മൾ എടുത്തില്ല കേട്ടോ. ഹോസ്പിറ്റലിലെ വീഡിയോ നമ്മൾ എടുത്തില്ല. ഇത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമുക്ക് റിസൾട്ട് എല്ലാം കൊണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് പോവേണ്. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള രാജേശ്വരി മേഡത്തിനെ നമുക്ക് കാണണം. അങ്ങനെ രാജേശ്വരി മേഡത്തിനെ കാണാനെത്തി. ഇതെല്ലാം കാണിച്ചപ്പോൾ റിസൾട്ട് കാണിച്ചപ്പോൾ മൂക്ക് നെഞ്ചിന്റെ ഭാഗത്ത് നല്ല കഫമുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ കഫം കൂടി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആവി പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ട് ആവി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം നമുക്ക് ആവി പിടിക്കാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി ഒതുക്കിയ സമയത്ത് നോക്കിയപ്പോൾ ഒരു 2 പൂച്ച എടുത്ത് ചാടി. ഒരാൾ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ, ബ്ലാക്ക് പൂച്ച. ഒരാള് ഒരു വെള്ള വിളിച്ചോക്കി വന്നില്ല. അത് നേരെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മീനൂട്ടി നോക്കിയപ്പോഴത്തേക്ക് മീനൂട്ടി എടുത്ത് നേരെ എവിടെ ചാടി, അതിൻ്റെ അവിടെ ഒരു ചെറിയ ഇങ്ങനെ ഓടണക്കോടെ ഒരു നേരെ അതിൻ്റെ അവിടെ ചാടിയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു, ചോടി നിന്നിട്ട്. പിന്നെ നമ്മൾ നേരെ ആശുപത്രിയിലെത്തി. നടന്നാണ് കേട്ടോ പോയത് ഹോസ്പിറ്റലിലോട്ട്. നടന്നു പോയിട്ട് ഞാൻ പിന്നെ ആട്ടോ എടുത്തുകൊണ്ട് വരിക ചെയ്ത്. നേരെ വന്നിട്ട് നമുക്ക് മീനുകുട്ടിക്ക് എന്താണ് ആവി പിടിക്കാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ലേ. അതെ, ആവി പിടിക്കുന്നതിനുള്ള ഓക്സിജനും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. മീനുകുട്ടിക്ക് ഒരു 3 മിനിറ്റ് ആണ് കേട്ടോ ആവി പിടിക്കുന്നത്. ഈ ആവി പിടിക്കാനുള്ള മരുന്നും അതിന്റെ മാസ്കും എല്ലാം ഞങ്ങൾ തന്നെയാണ് കേട്ടോ. ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങനെ പോവേണേ. ഇത് നമ്മൾ ചന്തയിലോട്ട് പോകുന്ന അവിടെ എത്തിയല്ലേ ഏട്ടാ? അല്ലേട്ടാ, ചന്തയില പോണ വഴിയിൽ അവിടെ എത്തിയില്ലേ? നമ്മള് ചന്തയിലോട്ട് പോണ അവിടെ എത്തിയില്ലേ? മിനറൽ വാട്ടറാ, ഒരു കട്ടൻ വച്ചുതരാം. അയ്യേ എട്ട് തിന്നോക്കടി. അങ്ങനെ നമുക്ക് ചായ എത്തി. അപ്പം നമുക്ക് ചായ ഒന്ന് കുടിക്കാം. ഇതാ മീനൂട്ടി എവിടെ ഇരുന്ന്, അതായത് കണ്ടല്ലോ മീനൂട്ടി കാണിച്ചു കൂട്ടുന്നത് ഇവിടെ. തൊട്ടടുത്തുള്ള കടയിൽ ഞാനൊരു സർബത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാത്തിരിക്കുകയാണ്. തണുപ്പില്ലാതെയാണ് പറഞ്ഞിരിക്കുക. മീനൂട്ടിക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ സർബത്ത് അമ്മ ഒഴിക്കുന്നുണ്ട്. നല്ലൊരു കടയല്ലേ. മീനൊരു ചെറിയൊരു പിണക്കം, അതുകൊണ്ട് സർബത്ത് വെള്ളം വേണം. അങ്ങനെ നമ്മൾ സർബത്ത് കുടിക്കട്ടെ. സർബത്ത് കുടിക്കട്ടെ. നമ്മൾ പിന്നെ പോവുകയാണ്. ഇത് തൊട്ടടുത്തുള്ള ബേക്കറിയാണ്. നമ്മുടെ ബേക്കറി കയറി ഒരു മുട്ട പപ്സ് വാങ്ങിക്കൊടുത്തു. ഇത് മാർക്കറ്റ് ജംഗ്ഷനിലെ ഇട സൈഡിലുള്ള ബേക്കറിയാണ് കേട്ടോ. ഞാൻ ഇപ്പം കയറി നിൽക്കുന്നത്. മീനൂട്ടി ഓടി വന്നു, ലഡുവൊക്കെ നോക്കിയിട്ട് പോയി വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു.
അതാണ് സീഗോ ബേക്കറി കേട്ടോ, കണ്ടല്ലോ സീഗോ ബേക്കറി. ഞാൻ നമ്മുടെ ഒരു കുട്ടികളുടെ മേള എന്ന് പറഞ്ഞൊരു കടയിൽ ഇരിക്കുകയാണ്. ഈ കടയിലെന്ന് പറയുന്നത് ഞാൻ ഒരു ഫയൽ വാങ്ങിക്കാൻ വന്നത്. ഇത് നമ്മുടെ നെടുമങ്ങാട് ആലിൻ്റെ താഴത്തെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇടത് സൈഡിലോട്ട് അകത്തോട്ട് ഇറങ്ങി പോകുകയാണ്. യെസ് അത് തന്നെ ഉണ്ട്. എത്ര ഇത്? 19. കുറഞ്ഞ തന്നെയത് ഇതിൽ കുറഞ്ഞതാകുമ്പോൾ ഇത് എത്ര? ക്വാളിറ്റി ഉണ്ട്, കുറച്ചും കൂടെ കട്ടി വരുന്നുണ്ട്. എത്ര ഇത്? 80 കേട്ടോ, അതിൽ കുറയും. അല്ല നമുക്ക് അതെടുത്താൽ മതി. ഇതെനിക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫയൽ കുറേ കൂടുതൽ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. ചേട്ടാ വലുത് ഡിസ്കൗണ്ട് തൊട്ട് 15 വരുന്നു. അല്ല വലുതല്ല, ആ സൈസ് എനിക്കത് എത്രയാണെന്നാണ് വെച്ചത്. ഇത് 15 രൂപ ഡിസ്കൗണ്ട് തൊട്ട് 15. ഇതിപ്പോൾ എടുത്താൽ മതി. ഇതെത്രയാണിത്? ഈ ബാഗ് ടൈപ്പ് വരുന്നത്? ഇത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അല്ല എനിക്കറിയാം വില കൂടുതലായിരിക്കും. 40. ഓ ശരി. ഇപ്പം എനിക്ക് അതെടുത്താൽ അല്ല അത് വേണ്ട, ഇനി ഈ സൈസ് അത് ഞാൻ പിന്നീട് ഒന്ന് എടുത്തോളാം. ഞാൻ ഉണ്ടല്ലോ അത്. ഇപ്പം നമുക്ക് ഇത് എടുത്താൽ മതി. നല്ല മണ്ണിന്റെ മണമല്ലേ? മഴ കുറേ നാൾ പെയ്യാതിരുന്നിട്ട് പെയ്തപ്പം നല്ല മണ്ണിന്, വലിയ മഴയൊന്നുമല്ല, ചാറ്റൽ മഴ. തീ കത്തിക്കാനുള്ള വിറക് വായിതാ ചേട്ടൻ. അയ്യോ പൊക്കം എനിക്ക് കിട്ടുന്നില്ല. ലൈറ്റ് ഇടുക അന്ധകാരം. അയ്യോ ലൈറ്റ് ഇടാതെ പോയി നോക്കിയാണ്. അങ്ങനെ നമുക്ക് ഇതാരാണെന്നത് മീനുവിന്റെ കൊച്ചിച്ചൻ മീനുവിന് കൊടുത്തു വിട്ടതാണ് എന്റെ അനിയായി. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് എന്താ ഒരു 3 കട്ടനൂടെ ഇട്ടു. കട്ടൻ ഇട്ടിട്ട് നമുക്ക് അടിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഇത് അതെ എന്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഉഴുന്ന വട. നേരത്തൊക്കെ വെച്ചേക്കണ എന്റെ ഇരുന്നാ മതി. അപ്പൊ അതായത് നടുക്കുള്ളത് മീനിനുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. മുക്കി അടിക്കാണ് കേട്ടോ. സൂപ്പർ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ടല്ലേ? അതെ, ഇത് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാണ്. ഇനി നമുക്ക് കഴിക്കുന്നതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ ഗൈസ്. അതെ, പിന്നെ ഇന്നൊരു സംഭവം നടന്നല്ലേ മീനുട്ടി? ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത്. ഇത്രയും ദിവസമായിട്ട് ഇന്ന് ഞങ്ങളൊരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഇത്രയും ദിവസമായിട്ടൊന്നല്ല, നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു ജസ്റ്റ് ഒക്കെ വന്ന പോലും. പക്ഷേ അതെ, ഇത് എന്ന് പറയുമ്പോൾ നമ്മള് ഫാമിലി ആയിട്ട് നമ്മള് നെടുമങ്ങാട് ആശുപത്രിയിൽ മോളെയും കൊണ്ട് പോയിട്ട് വന്ന വഴിക്ക് പോയി അതെ ഇവിടെ കണ്ട് സൈക്കോന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മീനു ഇതാ നിന്നെ വിളിക്കണേ, നിന്നെ സ്കൂളിലൊക്കെ അറിയാന്നുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് വെച്ചപ്പോ മീനും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരെന്ന് വെച്ചപ്പോഴേ പനവൂരാണ്, നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണെന്ന് പറഞ്ഞത്. പക്ഷെ പേര് വയ്ക്കാൻ പറ്റു, കാരണം നമ്മള് മീനൂര് എക്സ്റേ ഒക്കെ എടുത്തിട്ട് വന്നപ്പോ ആ ഒരു എന്താണ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ടെൻഷനിലായിരുന്നു. ഒരു റിസൾട്ടും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിട്ട് ഡോക്ടറെ കാണാണ്. 5 മണി ആവാറായി. അപ്പൊ ഡോക്ടർ പോകുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് ആയതുകൊണ്ട് അവരുടെ അടുത്തൊന്നും ചോദിക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പൊ അവര് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഒന്നാമത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിക്കണം തന്നെ. ഞങ്ങൾ എല്ലാരും കൂടെ പോകുമ്പോ ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അപ്പൊ പേരൊരിക്കലും ചോദിക്കാൻ പറ്റില്ല. സോറി മോളെ. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, കാരണം ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഞാൻ മറക്കത്തില്ല. അവരും ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ട് വന്നതാണ്. ഇനി എവിടെയും വെച്ച് കാണുകയാണെങ്കിൽ പേരൊക്കെ ചോദിക്കാം. വീഡിയോ കാണാം. നമ്മള് പനൂര് വഴി പോകുന്നതാണ് കേട്ടോ. നമ്മള് ഇടക്കിടക്ക് പനൂര് വഴി പോകുന്നതാ. പനൂര് ഞാൻ ചേട്ടാ ഓട്ടം പോകുന്ന ആരെങ്കിലും അപ്പൊ അതുമല്ലായിരുന്നു. മീന് വീട് തിരക്കി വരുന്നതായിരിക്കും. പനൂര് എവിടെയാണെന്ന് നമുക്ക് കമന്റ് വന്നാൽ മതി കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ മക്കൾ കഴി കേട്ടോ. കൂട്ടുകാരെ, അങ്ങനെ ഉഴുന്നോടെ എല്ലാം കഴിച്ച് നമ്മുടെ ഒന്ന് ചെറിയൊരു റെസ്റ്റിലാണ് അല്ലേ ഗായ്സ്? അല്ലേ? യെസ്, ചെറിയ റെസ്റ്റിലാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കഴിക്കണം. കഴിച്ചിട്ടൊക്കെ കിടക്കാം. പിന്നെ നമ്മുടെ ലൈവ് പതിവ് അല്ലേ?
അച്ഛന് നേരത്തെ ലൈവ് എടുക്കാച്ച കൂടെ താഴെ ഇട്ടോ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലൈവ് ഇടാം. വേണ്ട. നമുക്ക് 1 മിനിറ്റ് അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാ. വെച്ച് വാ, ബെറോട്ട അടിക്കാൻ പോവാ. നമ്മളിതാ ബെറോട്ട അടിക്കാൻ പോവേണ്. അപ്പൊ നമുക്ക് ഇതാ ബെറോട്ട എടുത്ത് വയ്ക്കാം. നമ്മളിതാ പോസ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ബെറോട്ട കഴിച്ചു തുടങ്ങി ഗൈസ്. ബെറോട്ട അതിലൂടെ കിട്ടിയ ഗ്രേവിയാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് ചിക്കൻ ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ അങ്ങനെ അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇപ്പം ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബെറോട്ട അടിച്ചിട്ട് കാണാമേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്നേക്കും വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.